സെറ്റ് വല്ലതും നോക്കണ്ട, അരച്ചിട്ടും പൊടിച്ചിട്ടും കുടിക്കുക, ഇഷ്ടംപോലെ. അങ്ങനെ ഇപ്പോഴും ഈ അരച്ചിട്ട് കഴിക്കുന്നത് അന്ന് നിന്ദിച്ചത് കൊണ്ടാണ്. അതെപ്പോഴും തോന്നണം. ഇങ്ങനെ ഓരോരാൾക്കും നിയമങ്ങളൊക്കെ കൊടുത്തു. അതുപോലെ താടി പോയ ആൾ താടി ഇല്ലാതെ ഹോമം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. തല പോയിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്തു? അതിന് നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോന്നു. അപ്പോഴാണ് കുറേ ആടിൻ്റെ തലയുണ്ടായിരുന്നു, അതിലൊന്നെടുത്തു അങ്ങനെ പിടിപ്പിച്ചു വെച്ചു കൊടുത്തു. എന്നിട്ട് 3 തവണ വ്യാപകം ചെയ്തു. അത്ര വേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും ശരി, ജീവൻ വന്നു. ഇത് ഭാഗവതത്തിലുള്ള കഥയാട്ടോ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പലതുണ്ടല്ലോ. മുട്ടി മാറ്റി വെക്കുക, കരൾ മാറ്റി വെക്കുക, കൈ മാറ്റി വെക്കുക, പലതും ചെയ്യുന്നുണ്ട്. ശിരസ് മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ശസ്ത്രക്രിയ ലോകത്തിൽ ആദ്യമായിട്ട് നടത്തിയത് എവിടെയാണ്? ഈ ഭാഗവതത്തിൽ. രണ്ടാമത് നടത്തിയിട്ടില്ലല്ലോ. എന്തെങ്കിലും ഇപ്പം കുറേ ആളുടെ തലയൊക്കെ ഇല്ല, എവിടെയൊക്കെ പിടിപ്പിച്ചാൽ നേരെയാവുന്നില്ലല്ലോ. അതില്ല. ഉത്തമാംഗം തന്നെ മാറ്റി വെച്ചുകൊണ്ട് ലോകത്തിൽ ആദ്യമായിട്ടൊരു ശസ്ത്രക്രിയ നടത്തി. ഇപ്പോഴെന്തായെന്നറിയോ? പഴയ തല പോയില്ലേ, ദക്ഷന്റെ അഹം ഉള്ള തല പോയി. ഒരു സാധു ആടിന്റെ തല വന്നതോടുകൂടി മാറ്റം വന്നു. ഈ ദക്ഷന് മാറ്റം വന്നു. തല മാറിയപ്പോ ദക്ഷന് മാറ്റം വന്നു. ശംഭോ 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 ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. നല്ല നാക്കും നല്ല ശരീരമുള്ള സമയത്ത്, ആരോഗ്യ കേമത്തുള്ള സമയത്ത് ഒരിക്കൽ പോലും ശംഭോന്ന് വിളിക്കാതെ ശംഭുവിനെ നിന്ദിച്ച ദക്ഷന് അഹങ്കാരത്തിന്റെ ശിരസ് പോയതോടുകൂടിയിട്ട് ശംഭോ അല്ലേ അതിനെ ഞാൻ ജപിച്ചു. അങ്ങനെ വിളിച്ചു. ഭൂയാനനുഗ്രഹ. ഇവിടെ ദക്ഷന്റെ സ്തുതികളുടെ വളരെ ശ്രേഷ്ഠമാണ്. ഭൂയാനനുഗ്രഹ അഹോ ഭവദാഗതോ മേ ദണ്ഡസ്ത്വയാമൈവൃതോ എന്ന വിപ്രലബ്ധ. ഇത് വായിക്കേണ്ടതുപോലെ വായിച്ചാൽ മനസ്സിലാവും. ഭൂയാനനുഗ്രഹ അഹോ ഭവദാഗതോ മേ ദണ്ഡസ്ത്വയാ. മനസ്സിലായോ? ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ കൊണ്ട് ദക്ഷൻ സ്തുതിച്ചു. ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും ഈ വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്നു. ഋത്വിക്കുകളും അഗ്നിയും എല്ലാവരും സ്തുതിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിശേഷപ്പെട്ട രംഗമാണ് നമുക്കിവിടെ കാണിച്ചത്. ഈ ദക്ഷൻ, ബോധം വന്ന ദക്ഷൻ ഈ സമയത്ത് ഭഗവാനെ സമസ്താപരാധവും പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിശ്രേഷ്ഠമായുള്ള സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചിട്ടുള്ള ആ സ്തോത്രങ്ങളുടെ അഭിഷേകമൊക്കെ ചെയ്യുമ്പോൾ, ധാരയൊക്കെ ചെയ്യുമ്പോൾ ആ മന്ത്രങ്ങളൊക്കെ ജപിക്കും. മേന്ന് ചേർത്തിട്ടുള്ള മന്ത്രങ്ങളാണ്. ഓം ശം ഛമേ മയശ്ചമേ പ്രിയം ഛമേ അനുകാമശ്ചമേ കാമശ്ചമേ സൗമനസശ്ചമേ ഭദ്രം ചമേ ശ്രേയശ്ചമേ സൗമനസശ്ചമേ വസ്യശ്ചമേ യശശ്ചമേ ധൃതിശ്ചമേ